ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ മട്ടൻ സ്റ്റൂ ആണ്. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ട, പത്തിരി അതിൻ്റെയൊക്കെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് ഇന്നത്തെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 1/2 കിലോ മട്ടൻ ഉണ്ട്. ഇതൊരു മീഡിയം സൈസ്ഡ് സവാള ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ 2 വലിയ സൈസിലുള്ള പൊട്ടാറ്റോ ആണ്, ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില. ഇനി ആദ്യം നമ്മളൊരു കുക്കർ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ചൂടായി വരുമ്പോൾ നമ്മൾ സവാള ഇട്ട് വഴറ്റുകയാണ് ചെയ്യുന്നത്. ഇതൊരു 2 മീഡിയം സൈസുള്ള സവാളയുണ്ട്. സവാള നന്നായിട്ട് ഇനി സോട്ടായിട്ട് വരണം. ഇതിലേക്ക് ഇനി ഒരു കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് സോട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് സോട്ടായി വരും. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് നമുക്ക് ഒന്ന് നടുകീറി ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. ഈ പൊടികളുടെയൊക്കെ പച്ച ചുവ നല്ലോണം മാറി വരണം. ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് തേങ്ങയുടെ 2-ാം പാലാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. ഇതൊന്ന് ഇനി മിക്സ് ചെയ്ത് വെച്ചിട്ട് കുക്കർ മൂടി നമുക്ക് വെക്കാം. ഇനി ഒരു 3-4 വിസിൽ ആവുന്നത് വരെ നമ്മൾ വെക്കണം. ഇപ്പൊ 3-4 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എയർ എല്ലാം പോയി. ഇപ്പോൾ കുക്കർ ഞാൻ തുറന്നിട്ടുണ്ട്. നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1.5 കപ്പിൻ്റെ അടുത്ത് തേങ്ങയുടെ 1/4 പാലാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഇനി ഒന്ന് ചൂടായി വന്നാൽ മതി. നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡിയാണ്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ അവസാന സ്റ്റേജിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകും മട്ടൺ സ്റ്റൂവിന്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. മട്ടൺ സ്റ്റൂ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.